ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാക്സി കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഒരു ചുരിദാറിൻ്റെ പീസാണ്. ഇറക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വണ്ണം കൂടുതലുണ്ട്, വീതി കൂടുതലുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു മാക്സി എടുക്കുക വിചാരിച്ചു. ഇത് ഇങ്ങനെ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ 2 പീസാക്കിയിട്ട് ഇങ്ങനെ ഇടുക. ബക്ക് ഭാഗം ഈ സൈഡിൽ വരുന്ന ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഷെയറും ലൈക്കും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ മാക്സിയാണ്. ഇതിന് എനിക്ക് എടുക്കാറ് 7.5 ഇഞ്ചാണ്. 7.5-8 ഇഞ്ച് വരെ എടുക്കുക ഷോൾഡർ. അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡറാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതന്നെ നമുക്ക് ഇതിപ്പോൾ ഒരു 20 വയസ്സ് മുതലുള്ള ആളുകൾക്കൊക്കെ 7.5-8 വരെയൊക്കെ ആവാം. ഇത് കയ്യിറക്കും സെയിമാണ് എടുക്കുന്നത്. കയ്യിറക്ക് 7.5 എടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവ്, അതായത് വണ്ണം, ഇത് ചെസ്റ്റ് ലൈൻ എന്ന് പറയും, ഇതിലേക്ക് കൊടുക്കുക നമുക്ക് വണ്ണം. ഇത് 12 ഇഞ്ച്, അതായത് 48 ഇഞ്ച് വണ്ണുള്ള മാക്സിയാണ്. മാക്സി അല്ലേ, ഇപ്പോൾ കുറച്ച് ലൂസിൽ, നല്ല ലൂസിൽ അടിക്കുക വിചാരിച്ചു. 48 ഇഞ്ച് വണ്ണുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാലിലൊന്ന് 12 ഇഞ്ച് എടുക്കാം. ഇനി ഷെയ്പ്പ് ഒരു 13.5-14 കൊടുക്കുക. ഇതിൻ്റെ വണ്ണം അത് വരുന്ന എനിക്ക് 11, 1 ഇഞ്ചിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനി നമുക്ക് ഹിപ്പ് ഇവിടെ ഒരു 19 സെയിം അളവ് തന്നെ കൊടുക്കുക, 12. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് അടയാളപ്പെടുത്താം. ബാക്ക് കഴുത്ത് ചെറുതാണ്, ഇറക്കം കുറവാണ്. എപ്പോഴും മാക്സികൾക്ക് കുറച്ചെടുക്കുക നല്ലത്. കഴുത്തൊരു 3-3.5 വരെയൊക്കെ ആവാം. ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ച്. ഫ്രണ്ട് കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് കഴുത്ത് കുറച്ചും കൂടി ഇതാക്കിയിട്ട് കട്ട് ചെയ്യുക വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ വളച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. നേരെ ഒരു ഇങ്ങനെ കട്ട് ചെയ്യും. പന്ത്രണ്ട് ഇഞ്ചാണല്ലേ, ഒരു 2 ഇഞ്ചൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. അതിൽ ഇവിടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. നമുക്ക് ഇതിക്കടെ കട്ട് ചെയ്യാം. ഇതിക്കടയിൽ സ്റ്റിച്ച് വരും. ഇതിക്കൂടെ തയ്യൽ തുമ്പൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇതിൻ്റെ നേർ പകുതി എടുക്കുക. ഇതിന്നൊന്നിങ്ങനെ വരച്ച് ഷേപ്പ് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇവിടെ കട്ട് ചെയ്യുക ഷോൾഡർ.
ഇറക്കം കുറച്ച് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1/2 ഇഞ്ച് മാത്രം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക, തൂങ്ങാണ്ടിരിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മാക്സി ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് എങ്ങനെ വേണേലും വേറെ പീസ് കറുപ്പോ അല്ലെങ്കിൽ വേറെ റെഡോ ഏതെങ്കിലുമൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് നെക്ക് അടിക്കുക. പിന്നെ ഇതിൻ്റെ കൈ കട്ട് ചെയ്യുക. കയ്യിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യുക. ഈ ഭാഗത്തുനിന്ന് ആകുമ്പോൾ കുറച്ച് വലിയ കൈയൊക്കെ കിട്ടും. 6 ഇഞ്ചാണ് കൈയിറക്കം വരുന്നത്. അപ്പം നമുക്ക് 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇവിടെ മേലെ തുമ്പ് പോകണം. ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയടിക്കുക. ആദ്യം നമുക്ക് ഇതിൻ്റെ കൈവണ്ണത്തിനുള്ളത് കിട്ടുമോ നോക്കണം. ഇതെത്ര ഉണ്ട് നോക്കണം. 11 ഇഞ്ച് ഉണ്ട്. ഫസ്റ്റ് ഇവിടെ നമ്മുടെ ഈ കയ്യിറക്കം അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു 11 ഇഞ്ച് ഇവിടേക്ക് ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുക. ഇഞ്ച്. ഇനി നമ്മൾ ഈ വണ്ണം ഇങ്ങനെ ഇറക്കം അടയാളപ്പെടുത്തിയില്ലേ, ഇനി ഈ ലൈനിൽ നിന്ന് നമ്മൾ ആം ഹോൾ കുഴിച്ച് വെട്ടാൻ ഒരു 3.5 ഇഞ്ച് താഴത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ. എന്നിട്ട് ഈ കൈ ലൂസ് എത്ര വേണം നോക്കുക. കൈ ലൂസ് വരുന്ന 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച്. കയ്യിൽ തുമ്പ് ഒരു 1.5 ഇഞ്ചൊക്കെ കൊടുക്കുക. 1.5-2 ഇഞ്ചൊക്കെ കൊടുക്കുക. നല്ല ലൂസിൽ ഇപ്പോൾ കൈ പൊന്തിയ കൈയൊക്കെ വേണമെന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കുക. ഇനി നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കൈയായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് വെച്ചിട്ട് ഇനി ഇത് തയ്ക്കുന്നത് കാണിച്ചു തരാം. കഴുത്ത് എങ്ങനെയാണ്. ഇഷ്ടമുള്ളതിൽ ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ചന്ദന കളർ ഉണ്ട്. ഇത് ഏത് കളറായാലും വേണ്ടില്ല. നമുക്ക് ഫ്രണ്ടിലൊരു ഇതൊക്കെ കൊടുത്തിട്ട് നെക്ക് കട്ട് ചെയ്യുക, നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബൈ.